നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ചർച്ചയാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തുടങ്ങിയ നിയമസഭാ സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ആളിക്കത്തിക്കാനായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ നീക്കം. ഭരണപക്ഷവും അടങ്ങിയിരുന്നില്ല. ഭരണപക്ഷവും അതിനെ എതിർത്തു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിച്ചു. ഏറ്റവും വലിയ ചർച്ചയായി മാറിയ പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാട്ട് പോലും നിയമസഭയിൽ പാടുകയും അത് മുദ്രാവാക്യമാക്കി വിളിക്കുകയും ചെയ്തു. മാത്രവുമല്ല, പ്ലക്കാർഡുകളിലും അതിൻ്റെ വരികളുണ്ടായി. പക്ഷേ ഇതൊരു ചർച്ചയായി മാറുകയാണ്, പ്രത്യേകിച്ചും രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഈ നിലവിൽ ഇപ്പോൾ SITയുടെ അന്വേഷണം പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയപരമായി ഒരു ബന്ധവും ഇല്ലാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി SIT ഇതുവരെയായും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാത്ത സാഹചര്യത്തിലും രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയം വലിയ തരത്തിൽ കുത്തിപ്പൊക്കിക്കൊണ്ടുവരികയാണ്. ഇതിൽ പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ ചിത്രമായിരുന്നു. അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിനെ കാണുന്ന ചിത്രങ്ങളും ചില പുരസ്കാരങ്ങളൊക്കെ കൈമാറുന്ന ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു. അത് ഉയർത്തിക്കാണിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസും തയ്യാറെടുത്തു. മാത്രവുമല്ല, ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്ന് രണ്ടുപേരും രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിക്കുവാൻ UDF തയ്യാറാവുകയും ചെയ്തു. കാരണം 2019 ഈ പ്രശ്നം നടക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വിവാദം നടക്കുമ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു എന്നാണ് UDFൻ്റെ വാദം, കോൺഗ്രസിൻ്റെ വാദം. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഉയർത്തി കാണിച്ച് ഇവർ ഈ വലിയ തരത്തിൽ ബഹളം വയ്ക്കുന്നത്. ബഹളം എന്ന് പറയുമ്പോൾ നിയമസഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ബഹളമായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അത്രയധികം ശക്തമായ ബഹളമായിരുന്നു. സ്പീക്കറുടെ മുഖം പോലും പറിച്ചുകൊണ്ട് ബാനറുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധവും ബഹളവുമൊക്കെ. എന്തായാലും നിയമസഭാ സമ്മേളനം തൽക്കാലം 3-4 ദിവസത്തേക്ക് പിരിഞ്ഞു. ഇനി ചൊവ്വാഴ്ച വീണ്ടും ചേരും. ആ ദിവസങ്ങളിലും ഭരണപക്ഷവും പ്രതിപക്ഷവും അടങ്ങിയിരിക്കില്ല. ഈ വിഷയം തന്നെ ഉന്നയിക്കും. കാരണം ഇരു കൂട്ടർക്കും ഓരോ പിടിവള്ളികൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു, അല്ലെങ്കിൽ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛനോടൊപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നുവെങ്കിൽ അതിനുശേഷം പിന്നാലെ ഇതാ പുറത്തു വന്നിരിക്കുന്നു കോൺഗ്രസ് നേതാവ് UDF കൺവീനർ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രവും അദ്ദേഹത്തിൻ്റെ അച്ഛനൊപ്പം നിൽക്കുന്ന ചിത്രവും. ഇതൊക്കെ വലിയ തരത്തിൽ ചർച്ചയായി മാറുകയാണ്. ഇതിന് പിന്നെ രാഷ്ട്രീയം എന്താണ്? SIT ഇരു കൂട്ടർക്കുമേലും ഒരു കുറ്റവും ചുമത്തിയിട്ടില്ല, ഒരു തരത്തിലെ അന്വേഷണവും തുടങ്ങിയിട്ടില്ല. എങ്കിലും ചില ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി രാഷ്ട്രീയപരമായി വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDFും LDFും കോൺഗ്രസും CPIMും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ശബരിമല സ്വർണ്ണപ്പാളിയുടെ പേരിലും ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലും ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണുള്ളത് എന്ന് പറയുമ്പോൾ ഏകദേശം 60 മുതൽ 70 ദിവസത്തിനകം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും പ്രചരണം ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് കടന്നു കഴിയുമ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചയാകും ഈ സ്വർണ്ണപ്പാളി വിവാദം എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ചില ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എങ്ങനെ ഈ രാഷ്ട്രീയക്കാർക്കുണ്ടായി എന്നുള്ളത് ഉത്തരം നൽകേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2006 ശബരിമലയിലെത്തുന്നു. അവിടെ നിന്ന് 2019 വരെ ഏകദേശം ഒരു ചുരുങ്ങിയ 10 വർഷത്തിനിടയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹം വലിയ ഒരു സ്പോൺസറായി, അല്ലെങ്കിൽ പ്രായോജകനായി മാറുന്നു. ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട്, അതിലേക്ക് ചില വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പ്രായോജകരെ കണ്ടെത്തിക്കൊണ്ട് പൈസ നേടിയെടുത്തുകൊണ്ട് ശബരിമലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ പൈസ നേടിയെടുക്കുവാൻ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അതൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഈ ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട്, വാദപ്രതിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം എന്തിൻ്റെ പേരിലാണ് എന്നുള്ളതാണ് കേരള ജനത ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഇതുവരെയായും, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കണ്ടെത്തലുകൾ ഇതുവരെയായും പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി. കാരണം ആ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന മന്ത്രി എന്ന നിലയ്ക്ക്
അതിനപ്പുറത്തേക്കൊന്നും കടന്നിട്ടില്ല എങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഇപ്പോഴത്തെ ചർച്ച ചില ചിത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം കൃത്യമായി അന്വേഷിക്കാൻ SIT തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകേണ്ട ഒരു കാര്യം. മാത്രവുമല്ല, പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു. 2024-2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായിരുന്ന അജികുമാർ കായംകുളം സ്വദേശിയാണ്. അദ്ദേഹത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ തരത്തിലെ ബന്ധമുണ്ടായിരുന്നു. അവിടെ ഏതോ വീടുകളില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി സഹായം നൽകിയെന്നും ഒപ്പം അജികുമാറിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും. അങ്ങനെ ചിത്രങ്ങളുടെ ഒരു രാഷ്ട്രീയം, ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ഇതിലെ സത്യാവസ്ഥ കണ്ടെത്തുവാൻ ഒരു പക്ഷേ SIT തയ്യാറാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിലെ രാഷ്ട്രീയം ചെറുതല്ല. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയധികം രാഷ്ട്രീയക്കാരുമായി ബന്ധമുണ്ടാകാനിടയായ സാഹചര്യം എന്തെന്ന് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പലർക്കും പാരിതോഷികങ്ങൾ നൽകിയിട്ടുണ്ടെന്നും സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തു തരത്തിലെ സഹായമാണ് നൽകിയത്, എന്തു പാരിതോഷികമാണ് നൽകിയത്, ഇനി ഇലക്ഷൻ ഫണ്ടാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളായിരുന്നു എന്നൊക്കെ കണ്ടെത്തേണ്ടത് SITയുടെ ചുമതലയാണ്. SIT കണ്ടെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.